നമസ്കാരം. എം മുകേഷ് MLA-ക്കെതിരെ നടപടി വേണോ എന്ന് തീരുമാനിക്കേണ്ടത് CPIM-ന്റെ ധാർമ്മികതാ ബോധമാണ്. സ്വയം MLA സ്ഥാനം രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് എം മുകേഷിന്റെ മനസാക്ഷിയാണ്. എം മുകേഷ് MLA-ക്കും CPIM-നും ഓർമ്മിക്കാൻ ചില സംഭവങ്ങളുണ്ട്. തിരുവനന്തപുരം ചെങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വട്ടവിള രാജ്കുമാറിനെതിരെ CPIM നടപടിയെടുത്തത് ചായക്കടയിൽ ഇരുന്ന് സ്ത്രീകളോട് അശ്ലീലം പറഞ്ഞതിനാണ്. ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം AP സോണയുണ്ട്. പിന്നെ PK ശശി, P ശശി, ഗോപി കോട്ടമുറിക്കൽ. ഇത്രയും പോരെങ്കിൽ കർണാടക സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന GV ശ്രീരാമ റെഡ്ഡി. ഇവരൊക്കെ സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ്. അന്നൊക്കെ CPIM എടുത്ത ചില നടപടികൾ ഉണ്ടായിരുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ജാമ്യത്തിൽ നിൽക്കുന്ന MLA. എം മുകേഷ് MLA-യുടെ കാര്യത്തിൽ നിയമപരമായി ഒരു ശരികേടും ഇല്ല. കേസ് വന്നപ്പോൾ കോടതിയെ സമീപിച്ചു. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. അറസ്റ്റ് ചെയ്യേണ്ട കേസാണെങ്കിൽ ജാമ്യം നൽകി വിട്ടയക്കണം എന്ന് കോടതി പറഞ്ഞു. പോലീസ് വിളിച്ചു വരുത്തി. മറൈൻ ഡ്രൈവിലെ ഓഫീസിലിരുത്തി 3.5 മണിക്കൂർ ചോദ്യം ചെയ്തു. ജാമ്യം കിട്ടാത്ത വകുപ്പിൽ കേസ് ചുമത്തി. പരാതി ബലാത്സംഗം തന്നെയാണ്. സിനിമയിൽ അവസരം ചോദിച്ച യുവതിയെ സ്വന്തം BMW കാറിൽ കയറ്റി ഫ്ളാറ്റിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. രഞ്ജിത്തിനും സിദ്ദിഖിനും എതിരായ പരാതികൾ പോലെ തന്നെ ഗുരുതരമാണ് ഇതും. സിനിമയിലെ പവർ ലോബിയുടെ ഭാഗമായ സ്വാധീനമുള്ള ഒരു നടനാണ് 2 പതിറ്റാണ്ടിലേറെയായി എം മുകേഷ്. അവസരം നൽകാൻ പീഡിപ്പിച്ചു എന്ന ഈ പരാതി അമ്മ എന്ന സംഘടന തള്ളിക്കളഞ്ഞത് തെളിവില്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. ഇത്തരം സാഹചര്യങ്ങളിൽ മുമ്പ് എങ്ങനെയൊക്കെയാണ് CPIM പ്രതികരിച്ചിരുന്നത്? CPIM കർണാടക സംസ്ഥാന സെക്രട്ടറിയും MLA-യുമായിരുന്ന GV ശ്രീരാമ റെഡ്ഡിയെ പുറത്താക്കിയ സംഭവമുണ്ട്. റെഡ്ഡി അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗവും ആയിരുന്നു. 15 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന ഒരു സ്ത്രീ നൽകിയ പരാതിയിലായിരുന്നു നടപടി. അവർ പിന്നീട് വിവാഹിതയാവുകയും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. എങ്കിലും ആ പീഡനത്തിന്റെ ഓർമ്മകൾ അവരെ മാനസികമായി തളർത്തി. ഭർത്താവിനൊപ്പം എത്തിയാണ് കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി നൽകിയത്. PB അംഗം S രാമചന്ദ്രൻ പിള്ള നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതോടെ സംസ്ഥാന സെക്രട്ടറിയെ നീക്കാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. ബസവരാജു കർണാടക സംസ്ഥാന സെക്രട്ടറി ആയത് അങ്ങനെയാണ്. ഇത് കർണാടകത്തിലെ കാര്യം. കേരളത്തിലേക്ക് വന്നാൽ DYFI വനിതാ നേതാവ് PK ശശി MLA-ക്കെതിരെ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും പരാതി നൽകി. നടപടി ഉണ്ടായില്ല. അവർ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പരാതി നൽകി. ശശിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അന്ന് പുറത്താക്കി. വേറെയുമുണ്ട് നിരവധി സംഭവങ്ങൾ. P ശശിയുടെ കാര്യമെടുക്കാം. ഇത്തരം ഒരു പരാതിയിലാണ് ശശിക്കെതിരെ നടപടിയെടുത്തത്. 10 വർഷത്തിന് ശേഷം 2022-ലാണ് സംസ്ഥാന സമിതിയിൽ തിരിച്ചെത്തിയത്. അതിനുശേഷമാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയത്. ഗോപി കോട്ടമുറിക്കൽ CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഒളിക്യാമറ സംഭവത്തിലാണ് പുറത്തായത്. അന്ന് ഒളിക്യാമറ വച്ച കേസിൽ മുൻ MP K ചന്ദ്രൻപിള്ളയ്ക്കെതിരെയും നടപടിയുണ്ടായി. ചെങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് വട്ടവിള രാജ്കുമാറിന്റെ കേസിൽ പരാതി നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ വനിതാ നേതാവാണ്. പുറത്താക്കാൻ അതുമതിയായിരുന്നു CPIM-ന്. ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗമായ AP സോണയെ പുറത്താക്കിയതും വനിതാ അംഗത്തിന്റെ പരാതിയിലാണ്. സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചതിന് തെളിവ് സഹിതം പിടിച്ചപ്പോഴായിരുന്നു നടപടി. എം മുകേഷ് MLA മാത്രം എന്തുകൊണ്ട് സുരക്ഷിതനാകുന്നു? ഗോപി കോട്ടമുറിക്കലിനെതിരെ പരാതി ഉണ്ടായിരുന്നില്ല. അതൊരു സദാചാര പ്രശ്നം മാത്രമായിരുന്നു. പരസ്പര സമ്മതം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നവരാണ് പുരോഗമന ചിന്താഗതിക്കാർ. പരസ്പര സമ്മതത്തിലുള്ള ബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്നതിനെയാണ് സദാചാര പോലീസിംഗ് എന്ന് കരുതുന്നവരുമാണ്. എന്നിട്ടും ഗോപി കോട്ടമുറിക്കൽ നടപടി നേരിട്ടു. എം മുകേഷ് MLA-യുടെ കാര്യത്തിൽ തീർത്തും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. പരാതിയുണ്ട്, പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ല, പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് മൊഴി.
ഈ ഒന്നു മാത്രമല്ല, വേറെയും പരാതികൾ MLAക്കെതിരെ ഇതോടൊപ്പം ഉയർന്നു വന്നു. നടി രാധിക ശരത് കുമാർ വെളിപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നു. കാരവനിൽ വസ്ത്രം മാറുമ്പോൾ ഒളിക്യാമറ വച്ച് നോക്കിക്കണ്ട് അട്ടഹസിച്ച ആ പുരുഷന്മാരെ കുറിച്ച്. ആ പുരുഷന്മാരിൽ ഉണ്ടായിരുന്നു എന്ന് ഏതോ മഹാകാര്യം പറയുന്നത് പോലെ ഒരു ചാനൽ പരിപാടിക്കിടെ മുകേഷ് വെളിപ്പെടുത്തുന്ന ദൃശ്യവും പുറത്തു വന്നു. മുൻ ഭാര്യ സരിത പറഞ്ഞ അനുഭവങ്ങൾ മുന്നിലുള്ളപ്പോൾ തന്നെയാണ് CPIM മുകേഷിനെ 2 തവണ സ്ഥാനാർത്ഥിയാക്കിയത്. ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നത് സ്ത്രീകൾ നൽകുന്ന പരാതികളിലെ കുറ്റവിമുക്തിയാകുന്നില്ല. പാർട്ടി പറയുന്നതിനപ്പുറം സ്വന്തമായി നയങ്ങളില്ലാത്ത കേഡറുകൾ വോട്ട് ചെയ്യുന്നിടത്ത് ജയിച്ചു വന്നു എന്നത് ക്രിമിനൽ കേസിലെ കുറ്റവിമുക്തിയുമല്ല. പാർട്ടി അംഗങ്ങളും ആരാധകരും ഒപ്പമുണ്ടോ എന്ന് നോക്കിയല്ല കോടതികൾ ശിക്ഷ വിധിക്കുന്നത്. കോടതി വെറുതെ വിടും വരെയെങ്കിലും മാറി നിൽക്കുക, അല്ലെങ്കിൽ പാർട്ടി മാറ്റി നിർത്തുക. ഇതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.